ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൊബൈൽ ഫോൺ എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ YT സ്റ്റുഡിയോ, ഫ്ലിപ്കാർട്ട്, ഇൻഷോട്ട്, വാട്സപ്പ്, ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. OLX, അതുപോലെ വിഡൈക്യൂ, ഇങ്ങനെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ നമുക്ക് തലവേദനയാകാറുമുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത്, എന്താണ് നമുക്ക് ഈ ഒരു കാര്യമെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് എന്നെല്ലാം നോക്കാം. ഇതിനായി നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ആദ്യം ഓപ്പൺ ചെയ്യുക. ഇനി നിങ്ങൾ ഇവിടെ ആപ്സ് എന്ന ഓപ്ഷനിൽ പോവുക. ഇത്തരത്തിൽ ആപ്സ് എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിംഗ് ഉള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഉദാഹരണമായി ഞാൻ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഫ്ലിപ്കാർട്ട് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പെർമിഷൻ എന്നൊരു ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പെർമിഷൻ എല്ലാം തന്നെ ഇവിടെ നിങ്ങൾക്ക് അലൗഡ് എന്നതിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഫ്ലിപ്കാർട്ടിന് ക്യാമറ, അതുപോലെ മൈക്രോഫോൺ എല്ലാം തന്നെ ആക്സസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ആക്സസ് എല്ലാം നൽകേണ്ടതുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ ഈ ക്യാമറ, മൈക്രോഫോൺ ആക്സസിൻ്റെ ആവശ്യമില്ല. അതിനാൽ തന്നെ നമുക്ക് ഇത് ടാപ്പ് ചെയ്തതിന് ശേഷം ഡു നോട്ട് അലോ എന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിൽ ഈ മൈക്രോഫോണും സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഡു നോട്ട് അലോ എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഓപ്ഷനാണ് ഈ ഒരു കാര്യമെന്ന് പറയുന്നത്. പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ, ചില ആപ്ലിക്കേഷൻ എല്ലാം തന്നെ വളരെയധികം പ്രശ്നമെല്ലാം ഉണ്ടാക്കാറുണ്ട്. അതായത് ചില ആക്സസ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെല്ലാം വരാം. അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു പെർമിഷൻ എല്ലാം കൊടുത്തിരിക്കുന്നത് ഇത് കറക്റ്റായല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ഇപ്പോൾ വാട്സപ്പ് എന്ന ആപ്ലിക്കേഷൻ്റെ കാര്യമെല്ലാമാണ് എന്ന് കരുതുക. ഇപ്പോൾ വാട്സപ്പ് എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ പെർമിഷൻ എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ക്യാമറ, കോണ്ടാക്ട്സ്, മൈക്രോഫോൺ, മ്യൂസിക്, ഇങ്ങനെ കുറേ നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മൈക്രോഫോൺ അല്ലെങ്കിൽ ക്യാമറ എല്ലാം ആക്സസ് ചെയ്യേണ്ടതായി വരും. കാരണം ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു സർവീസ് എല്ലാം, ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, ഇത്തരത്തിൽ ട്രസ്റ്റഡ് ആയ ആപ്ലിക്കേഷൻ എല്ലാം ആണെങ്കിൽ ഇതിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഓപ്ഷൻ എല്ലാം നമ്മൾ എനേബിൾ ചെയ്യേണ്ടതായി വരും. എന്നാൽ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ അല്ല, നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഒരുപാട് ആപ്ലിക്കേഷനിൽ അവിടെ നിങ്ങൾ ആവശ്യമില്ലാതെ ഇത്തരത്തിൽ ക്യാമറ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു ആക്സസ് എന്തെങ്കിലും എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതെല്ലാം തന്നെ ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ മറ്റു പലവിധ ദോഷങ്ങളെല്ലാം നിങ്ങളുടെ ഈ ഒരു മൊബൈലിൽ നിന്നും ഒഴിവാക്കാനെല്ലാം സഹായിക്കും. അതുപോലെ നിങ്ങളുടെ സെക്യൂരിറ്റിക്കും ഏറെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണിത്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.